നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിമ്പിളും ഫാസ്റ്റായിട്ട് തീരുന്ന ഏറ്റവും നല്ലൊരു ബിരിയാണിയാണ്. നമ്മളിവിടെ ജീര റൈസാണ് ഉപയോഗിക്കുന്നത്. റോസ് ബിരിയാണിയുടെ ഫസ്റ്റ് ക്വാളിറ്റി റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 കിലോ റൈസാണ്, അതായത് 2000 മില്ലിയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി. അതായത് ആദ്യം തന്നെ നമ്മൾ സോക്ക് ചെയ്യാനിടാണ്. ഇതൊരു 5 മണിക്കൂറോളം സോക്ക് ആവണം. അതിനായിട്ട് നമ്മൾ ഇത് 2-3 തവണ മാക്സിമം വെള്ളം ക്ലിയർ ആയിട്ട് വരുന്നവരെ നല്ല ക്ലാരിറ്റിയോടുകൂടി നമ്മൾ കഴുകിയെടുക്കുക. ഇത് എത്രമാത്രം കഴുകുന്നു അത്രയും നല്ലതാണ്. അതൊരു 5 മണിക്കൂറോളം വെള്ളത്തിലിടാനായിട്ട് മാറ്റി വെച്ചു. ഇനി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാണ് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. നമ്മൾ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, സാദാ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ജീരകത്തിൻ്റെ പൊടി 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, UCP മസാല നമ്മൾ ഇട്ടിരുന്നത് അതും 1/4 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ കോട്ടിങ് ആവാനായിട്ട് അല്പം കൂടി വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഈ സമയത്ത് വേണമെങ്കിൽ തൈര് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ കുറച്ച് കൂടുതൽ ടേസ്റ്റിന് വേണ്ടി ചിക്കൻ കൂടുതൽ മാരിനേറ്റായി സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഇത്രയും മസാല ആഡ് ചെയ്തിട്ടുള്ളൂ. 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. നമ്മളിപ്പോൾ തൈര് ഒഴിച്ച് കൊടുക്കുന്നില്ല. നല്ല രീതിയിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂറോളം മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചു. ഇനി നമ്മളതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് സവോള ഫ്രൈ ചെയ്യാണ്. ഈ സവോള ഫ്രൈ ചെയ്ത ഓയിലിലാണ് നമ്മൾ വീണ്ടും ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ സവോള ഫ്രൈ ചെയ്ത് മാറ്റാണ്. സവോള വളരെ തിന്നായിട്ട് അരിഞ്ഞ് അതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഒരുപാട് പിഴിഞ്ഞതിൻ്റെ വെള്ളം നമ്മൾ ഇതാക്കുന്നില്ല. അത് വളരെ സോഫ്റ്റായിട്ട് തന്നെ കോൺഫ്ലവർ സവോളയിൽ പിടിക്കുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തു. ഓയിൽ നല്ല രീതിയിൽ ചൂടായി വരും മാത്രം അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എൻ്റെ അടിയിൽ പോയി ഒട്ടി നമുക്ക് വീണ്ടും ഓയിലിൽ ഇടാൻ പറ്റാത്ത അവസ്ഥയായിട്ട് വരും. ഒരു കിൽ എന്നുള്ള സൗണ്ട് കേൾക്കുന്ന രീതിയിൽ നമ്മളതിനെ ബ്രൗൺ കളറായി വരുമ്പോൾ ഒട്ടും ഓവറാവാതെ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മളതിനെ പെട്ടെന്ന് കോരി മാറ്റണം. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഓക്കെ ആയതിനു ശേഷം മാത്രമേ ഓയിൽ ഇട്ട് കൊടുക്കാവുള്ളൂ. അത് നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മളതിൽ കോരി മാറ്റി വെച്ചു. കറിവേപ്പില നമ്മൾ ഓവറായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല. കറിവേപ്പിലയും കൂടി ആ ഒരു പച്ച കളർ പോവാത്ത രീതിയിൽ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമ്മളതിൻ്റെ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓരോരോ പീസുകളായിട്ട് 2-3 സ്റ്റെപ്പായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റാണ്. വളരെ സോഫ്റ്റായിട്ട് വേണം ഫ്രൈ ആവാൻ. ഒട്ടും ഹാർഡാവരുത്. ഹാർഡായി കഴിഞ്ഞാൽ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ സോഫ്റ്റായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി. ഈ ഒരു കളറിൽ മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മളതിനെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. അതിന് നമ്മൾ 3 സ്റ്റെപ്പായിട്ട് നമ്മൾ ഓൾറെഡി ചിക്കനെ ഫ്രൈ ചെയ്ത് മാറ്റി. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ബിരിയാണി ദം ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ബട്ടർ 1 ടേബിൾ സ്പൂണും ബട്ടർ ഇട്ട് കൊടുത്തു. സാധാരണ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ, അധികം ഫ്ലേവറും മണമൊന്നുമില്ലാത്ത ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടേബിൾ സ്പൂണോളം നെയ്യ്. ഇനി ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് പാക്കറ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കോല ഒരു 3 അല്ലെങ്കിൽ 4 പീസ്, ഗ്രാമ്പൂ ഒരു 4 പീസ്, പിന്നെ കുരുമുളക് ഒരു 6-7 പീസ്, പിന്നെ പട്ട 1 ഇഞ്ച് വലിപ്പത്തിലുള്ള 2-3 പീസ്, ഏലക്കായ ഒരു 4 പീസ്, അത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ വളരെ നൈസായിട്ട് കെട്ടില്ല സവാള ഒരു 1.5 സവാളയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. സവാള ഓവറാക്കി കഴിഞ്ഞാൽ ആ ഒരു റൈസിന് ആ ഒരു മധുരിപ്പ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു, ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ക്യാരറ്റ് നമ്മൾ ഗാർണിഷിന് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് റൈസിന് നല്ലൊരു കളർ തരും. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പൈനാപ്പിൾ കൂടി ഇട്ട് കൊടുത്തതിന് സോട്ട് ചെയ്യാം. ഇത് അല്പം സോട്ടായി വരാനായിട്ട് 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു. ഉപ്പ് നമ്മൾ ശരിക്കും മുന്നിട്ട് നിൽക്കണം. ഇപ്പോൾ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂട്ടി ഇട്ട് കൊടുക്കാം. അത് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഇട്ട് കൊടുത്താലും മതി. അതിലേക്ക് ജസ്റ്റ് നമ്മൾ വെള്ളം ഒഴിക്കുന്ന തൊട്ട് മുമ്പായിട്ട് മാത്രമാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു നുള്ള് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ടേസ്റ്റ് ശരിക്കും ബാലൻസിങ് ആവും. ഉപ്പും പഞ്ചസാരയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ഇട്ട് കൊടുത്തു നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് 1 കിലോ റൈസിന് 1.5 ജാറ് വെള്ളം, 2000 മില്ലി ആണ് റൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2500 മില്ലി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ അല്ലി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തു. അത് നമ്മൾ ആ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ റൈസ് ആയതിനു ശേഷം കോരി മാറ്റുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഓയിലുണ്ട്. അപ്പോൾ നല്ല ഗ്ലേസിങ് റൈസിനുണ്ടാവും. ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ അരിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള കഴുകി വെച്ചിട്ടുള്ള റൈസ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് അത്യാവശ്യം നല്ല ചൂടിൽ തന്നെ ഇട്ട് കൊടുക്കുക. അത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അടിഭാഗം ഒട്ടും പിടിക്കാതെ തന്നെ. ഓയിലൊക്കെ ആവശ്യത്തിനുണ്ടാവുകൊണ്ട് ഒരിക്കലും അടി പിടിക്കില്ല. നമ്മളിപ്പോൾ ഈ സമയത്ത് ഉപ്പിൻ്റെ അളവ് ശരിക്കും നോക്കുക. ഉപ്പ് ശരിക്കും മുന്നിട്ട് നിൽക്കണം. എന്നിട്ട് നമ്മൾ തിളപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കുകയും ചെയ്യണം. വെള്ളം ഏകദേശം വറ്റി വരുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇത് ശരിക്കും വറ്റി വരുമ്പോൾ നമ്മളതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഗീ ഒഴിച്ച് കൊടുക്കാം.
ഇത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ഇനി നമ്മളിതിൽ ഗാർണിഷിനുള്ള സാധനങ്ങൾ ഇട്ടിട്ട് നല്ല രീതിയിൽ റാപ്പ് ചെയ്ത് വയ്ക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ എടുക്കണം. ഇപ്പോൾ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിട്ടില്ല, വളരെ സ്ലോ ഫയറിലായിട്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈഡ് ഒനിയനും കറിവേപ്പിലും ഇട്ട് കൊടുത്തു. മല്ലിയില വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. മല്ലിയില കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. ഒരല്പം നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. വളരെ സ്ലോ ഫയറാണ്, നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ അലൂമിനിയം ഫോയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇതാകുമ്പോൾ ശരിക്കും ഒട്ടും നമ്മുടെ എയർ പുറത്തേക്ക് പോവില്ല. ഇത് വെച്ചിട്ട് നമ്മൾ ടൈറ്റായിട്ട് അടച്ചു. ഇപ്പോൾ നമ്മൾ ശരിക്കും അടുപ്പ് ഓഫ് ചെയ്തു. ഒരു തുള്ളി പോലും ഫയറില്ല. ഈ ഒരു ആവിയിൽ ഇരുന്നതായിക്കോളും. നമ്മളെ മൂടി ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ വേറെ പാത്രം കയറ്റി വയ്ക്കാനായിട്ട് ജസ്റ്റ് ഒരു ബോൾ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ റൈസ് ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ ദം പൊട്ടിക്കുകയാണ്. സൈഡിൽ നിന്ന് വേണം നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിടാനായിട്ട്. അപ്പോൾ ഓരോരോ റൈസായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ശരിക്കും ഗീയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവറോട് കൂടിയിട്ടുള്ള സംഭവമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളതിൻ്റെ തേർഡ് സ്റ്റെപ്പായിട്ട് മസാല ചിക്കൻ നമ്മൾ തയ്യാറാക്കുകയാണ്. ബിരിയാണി മസാല തയ്യാറാക്കാനായിട്ട് ഒരു 5 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു 6 സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള. വലുതായിട്ട് കട്ട് ചെയ്താൽ കുക്കാവാൻ ഒരുപാട് ടൈം എടുക്കും. നമ്മൾ കടായിലായതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്യാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. നല്ല രീതിയിൽ ഫയർ കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. അത് അത്യാവശ്യം വെന്തുടഞ്ഞ് വരുമ്പോൾ നമ്മളതിലേക്ക് തക്കാളി ഒരു 6 തക്കാളി തന്നെ എടുത്തു. മീഡിയം വലിപ്പമുള്ള തക്കാളി കൂടി ഇട്ട് കൊടുത്തു. അത്യാവശ്യം പഴുത്ത തക്കാളി തന്നെ ഇട്ട് കൊടുത്താൽ കൂടുതൽ പുളിരസം ഉണ്ടാവില്ല. അത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇനി തക്കാളിയുടെ പുളിയെല്ലാം പോയി നല്ല രീതിയിൽ കുക്കായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. അത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യാണ്. ഇപ്പോൾ നമ്മളിതിലേക്ക് മസാല ഇട്ട് കൊടുക്കുകയാണ്. അത് നല്ല രീതിയിൽ സോട്ടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയുടെ അളവ് കുറച്ച് കൂട്ടിയിടണം. മഞ്ഞ കളറാണ് നമ്മുടെ ഗ്രേവി ഇരിക്കുക. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് മസാല രൂപത്തിൽ. ഇനി നമ്മളിതിൻ്റെ പേസ്റ്റ് നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. ഇത് നല്ല രീതിയിൽ സോട്ടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് ഒരു 5 പച്ചമുളക്, പുതിനയില ഒരു പിടി, അതിലേക്ക് ഒരു പിടി മല്ലിയില, ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ നമുക്ക് കിട്ടേണ്ടത്. അത് നല്ല രീതിയിൽ മിക്സിയിലിട്ട് അടിച്ച് നമ്മൾ ശരിക്കും മസാല എല്ലാം സോട്ടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള മസാല നമുക്ക് കിട്ടും. പച്ചമുളകിൻ്റെ എരിവും മുളക് പൊടിയുടെ എരിവും എല്ലാം കൊണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള മസാല നമുക്ക് കിട്ടും. ഓവർ സ്പൈസി ആവുന്നില്ല. ഇനി നമ്മൾ നല്ല രീതിയിൽ കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പച്ചക്കുത്തലെല്ലാം പോയതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് UCP ഗരം മസാലയാണ് നമ്മൾ 1/4 ടേബിൾ സ്പൂണും ചേർക്കുന്നത്. ജീരകത്തിൻ്റെ പൊടി 1/4 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ, ഇത്രയും ചേർത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. ഈ സമയത്ത് നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ്റെ സ്റ്റോക്ക് തയ്യാറായിട്ട് ചിക്കൻ്റെ കഴുത്തിൻ്റെ പീസോ ഏതെങ്കിലും ഒരു പീസ് ഇട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, സവാള എല്ലാം ഇട്ടിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം. ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ടാണ് നമുക്ക് സ്റ്റോക്കിന് ഇത്രയും ഇത് വരുന്നത്. അപ്പം കൂടി ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. 1 കിലോ റൈസിന് 2 കിലോ ചിക്കൻ എന്ന അളവിലാണ് നമ്മൾ ബിരിയാണിക്ക് എടുക്കുന്നത്. ഈ സമയത്ത് മല്ലിയിലേക്ക് ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഗാർണിഷിനായിട്ട് തക്കാളി മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയ സംഭവം നമുക്ക് കിട്ടും. ഈ ഒരു ടൈറ്റിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചിട്ടുണ്ട് അതിൽ. ഇനി നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്ന കിഴി ബിരിയാണിക്കായിട്ട് നമ്മൾ ഇല നല്ല രീതിയിൽ വാട്ടിയെടുക്കുക. അതിൻ്റെ സെൻട്രൽ ഭാഗമാണ് ശരിക്കും വാട്ടേണ്ടത്, അല്ലെങ്കിൽ ശരിക്കും അത് ഒടിഞ്ഞു പോകും. അതിലേക്ക് ആദ്യം നമ്മൾ റൈസ് ഇട്ട് കൊടുത്തു. അതിലേക്ക് ചിക്കൻ ഒരു 4 പീസ് ചിക്കൻ നമ്മൾ ഇട്ട് കൊടുത്തു. വീണ്ടും നമ്മൾ റൈസ് പൊതിഞ്ഞിട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ ഗാർണിഷായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈഡ് ഒനിയൻ, കറിവേപ്പില, മല്ലിയില, ടൂട്ടി ഫ്രൂട്ടി, ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല രീതിയിൽ നമ്മൾ കിഴി പോലെ കെട്ടിയെടുക്കുകയാണ് ടൈറ്റായിട്ട്. ഇനി നമ്മൾ ആവിയിൽ ഇതാക്കിയെടുക്കും. നമ്മൾ ആവി കയറ്റാനായിട്ട് ഇത് മാറ്റി വെച്ചു. ഇതൊരു 10 മിനിറ്റ് മാക്സിമം ആവി കയറിയാൽ മതിയോ. അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ആവി കയറി നമ്മൾ ശരിക്കും തണുത്തതിന് ശേഷമാണ് ഇപ്പോൾ എടുക്കുന്നത്. അത് നമ്മൾ പൊട്ടിച്ച് നല്ല ടേസ്റ്റോടു കൂടി ചൂടോടുകൂടി നമുക്ക് കഴിക്കാവുന്നതാണ്. അച്ചാറും സലാഡെല്ലാം ചേർത്ത് നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്തിരിക്കുന്ന ബിരിയാണിയുടെ ഓരോ സ്റ്റെപ്പും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ റൈസ് കഴുകുമ്പോൾ ശ്രദ്ധിക്കുക, ചിക്കനിൽ മസാല ഇടുമ്പോൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഉപ്പിൻ്റെ അളവും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കിട്ടിയാൽ നമ്മുടെ ഫിനിഷിങ്ങിൽ സൂപ്പറായിട്ടുള്ള സംഭവങ്ങളായിട്ട് കിട്ടും. അത് നമ്മൾ ഒനിയും ഫ്രൈ ചെയ്യുമ്പോഴേ അല്പം ഓവറായിട്ട് ഫ്രൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം ടേസ്റ്റേ മാറിപ്പോൾ. അപ്പോൾ അതിൽ നെയ്യിൻ്റെ അളവൊക്കെ കൂട്ടി നമുക്ക് കുറച്ചും കൂടി കോസ്റ്റ്ലിയൊക്കെ ആയിട്ട് എടുക്കാം. നമ്മളതിൽ കാഷ്നട്ടും കിസ്മിസും ആഡ് ചെയ്തിട്ടില്ല, പൈനാപ്പിൾ ആഡ് ചെയ്തിട്ടില്ല, ഒരു തരത്തിലുള്ള എസൻസും ആഡ് ചെയ്യാണ്ട് ഏറ്റവും നമുക്ക് വീട്ടിൽ കിട്ടുന്നതും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം ആഡ് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്ന
ഒരു ബിരിയാണിയാണത്. നിങ്ങളെല്ലാവരും ഈ ഒരു ടെസ്റ്റ് തന്നെ കീപ്പ് ചെയ്യുക. മല്ലിയില, പുതിന, പച്ചമുളക് ഇതിൻ്റെ എല്ലാം ഒരു കുത്തലോട് കൂടിയ നല്ല എരിവോട് കൂടിയ ഗരം മസാലയുടെ എല്ലാത്തിൻ്റെയും ഒരു ഫിനിഷിങ്ങോട് കൂടിയ ബിരിയാണിയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്.